അരവിന്ദ് ബാബു, ദേശീയ തലത്തിൽ കോൺഗ്രസ് ആകെ കൂടെ അരിശം കൊണ്ടിരിക്കുകയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് ഇപ്പോൾ 2024 ഏപ്രിൽ മെയിൽ കഴിഞ്ഞ അതിൽ ഇവരൊരു ചെറിയൊരു മുന്നേറ്റം ഇന്ത്യ മുന്നണി നടത്തിയെങ്കിലും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് മഹാരാഷ്ട്ര എടുത്തു പറയേണ്ടത്, വൻ പരാജയത്തിലേക്കാണ് പോയത്. ആ സമയത്ത് ഇവർക്ക് കുറ്റം രേഖപ്പെടുത്തുന്നത് മുഴുവൻ EVM-ലാണ്. വിജയിക്കുമ്പോൾ ഇതിലൊന്നും അവർക്ക് പരാതിയില്ല. തോൽക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പരാതിയുമായിട്ട് രംഗത്ത് എത്തുന്നത്. അങ്ങനെ ഒരു പരാതിയുമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. എന്താണ് ഇവരുടെ യഥാർത്ഥ സ്ഥിതി എന്ന്? അതായത് തിരഞ്ഞെടുപ്പുകൾ മാറി മാറി വരുമ്പോൾ മോഡി സർക്കാരിൻ്റെ ആദ്യത്തെ മോദി സർക്കാരിൻ്റെ തുടർച്ച തൊട്ടാണ് ഇങ്ങനൊരു വിവാദം വലിയ തോതിൽ ഇപ്പോൾ രംഗത്ത് ഉയർത്തിയത്, കോൺഗ്രസ് ഇതിനെ എടുത്തുയർത്തിയത്. അപ്പോൾ ഈ EVM പലയിടത്തും EVM മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്നും EVM-നെ നിയന്ത്രിക്കുന്നുണ്ടെന്നും EVM-നെ ഹാക്ക് ചെയ്യുന്നുണ്ടെന്നും ഒക്കെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ആരോപണം. അതുവഴി ജനവിധിയെ ഇവർ മലർത്തിയടിക്കുന്നു, അല്ലെങ്കിൽ ജനവിധിയെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന വലിയൊരു ആരോപണമാണ്, വലിയ ഗ്രാവിറ്റിയുള്ള ആരോപണമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് കാലാകാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ താങ്കൾ ചോദിച്ച പോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ BJP-ക്ക് പ്രഹരമുണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത് മുന്നോട്ട് വയ്ക്കാതിരുന്നത്? അവിടെ EVM ഹാക്കിങ് നടന്നില്ലേ എന്ന ചോദ്യവും മറുഭാഗത്തു നിന്ന്, അതിപ്പോൾ ഭരണകക്ഷിയിൽ നിന്നായാൽ പോലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായാൽ പോലും അവിടെയും ഉയർത്തുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇത്തവണ വലിയ തോതിൽ ഒരു രാജ്യവ്യാപകമായ ഒരു സമരത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. അതായത് പലതവണ ഈ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ട രീതിയിൽ നടപടിയെടുക്കുന്നില്ല, ഇത് തള്ളുന്നു. സമാന രീതിയിൽ രാജ്യത്തെ പരമോന്നത കോടതിയടക്കം ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നു. ഇവരെ രണ്ടുപേരെയും ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന ഒരു അസാധാരണമായ ദൗത്യത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ഇപ്പോൾ രാജ്യവ്യാപകമായുള്ള ഒരു പ്രതിഷേധത്തിന് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തിറങ്ങിയിട്ടുള്ളത്. അതായത് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന 1-2-3 കാര്യങ്ങളുണ്ട്. അതായത് ഹരിയാനയിൽ ഈ പോളിംഗ് യൂണിറ്റിന്റെ, അതായത് EVM-ന്റെ ബാറ്ററിയിൽ ക്രമരഹിതമായ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നു, അതിൻ്റെ ചാർജിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. 2, ഈ ഹരിയാനയിലെ 20 മണ്ഡലങ്ങളിൽ ഫലം മാറി മറിഞ്ഞത്, പിന്നെ അതിൽ ഒരു ക്രമക്കേട് അവരാരോപിക്കുന്നു. 3, ഈ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് സംബന്ധിക്കുന്ന, അതായത് ഭൂരിപക്ഷം സംബന്ധിക്കുന്ന വിവരങ്ങളും തെരഞ്ഞെടുപ്പ് സംബന്ധിക്കുന്ന വോട്ടിന്റെ വിവരങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകിക്കുന്നു എന്ന് പറയുന്ന ഒരു ആരോപണവും കോൺഗ്രസ് ഉന്നയിച്ചു. എന്നാൽ ഇതിനെയെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളയുകയാണ്. ഇങ്ങനെ ഒരു ആരോപണത്തിന് ഒരു സാധ്യതയുമില്ല. അതായത് EVM-ൽ ഉപയോഗിക്കുന്നത് മൊബൈലിന്റെ ബാറ്ററി അല്ല, അത് ഒരു തവണ മാത്രം ഉപയോഗിക്കാനാവുന്നതാണ്. പേജറുകളെ പോലെ EVM-നെ ഒരിക്കലും പുറത്തു നിന്ന് ആർക്കും ഹാക്ക് ചെയ്യാനാവില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരോപണം മുഖവിലക്കെടുക്കാനാവില്ല എന്നാണ് കമ്മീഷൻ പറയുന്നത്. അപ്പോൾ കോടതി സമാനമായ ഒരു നിരീക്ഷണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് തോൽക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു ആരോപണം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അത് ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് ഒരു സിസ്റ്റത്തെ ആകെ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ബോഡിയെ തന്നെ ഈ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അതൊരു സിസ്റ്റത്തെ തന്നെ കുഴപ്പത്തിലാക്കുന്ന കാര്യമാണെന്നും അതിൽ ഒരു കഴമ്പുമില്ലെന്നുമുള്ള വാദമാണ് തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി, അതായത് പരമോന്നത കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. VVPAT എണ്ണണമെന്ന ഒരാവശ്യവും കോടതി വളരെ വേഗം തന്നെ നിരാകരിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചൊരു ഹർജി കോടതിയിൽ ചെല്ലുകയും അത് നിരാകരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിൽ പിന്നെ സോലാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു ഗ്രാമത്തിൽ, അവിടെ NCP കാലാകാലങ്ങളായി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ സോലാപൂരിൽ ഇത്തവണ ലീഡ് ചെയ്തത് BJP-യാണ്. അവിടുത്തെ ഗ്രാമവാസികൾ ഉറപ്പിച്ച് പറയുന്നു അത് പിന്നെ വോട്ടിംഗ് യന്ത്രത്തിൽ എന്തോ ഒരു ചെറിയ ഹാക്കിംഗ് നടന്നു, അല്ലെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു ആരോപണം അവിടെ നിന്ന് ഉയരുകയും പ്രതിവിധിയായി അവർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു മോക്ക് പോളിംഗ്,
അവിടെ സംഘടിപ്പിക്കുകയാണ്. ബാലറ്റ് വഴി അവിടെ ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ വീണ്ടും വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു ദൗത്യത്തിലേക്ക് അവർ നീങ്ങുന്നു എന്ന് പറയുന്ന ഒരു വളരെ കൗതുകകരമായ കാര്യം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ NCP ഇതര കക്ഷികൾ അല്ലെങ്കിൽ NCP ഇതര പാർട്ടികളിലെ പ്രവർത്തകർ ഈ വോട്ടെടുപ്പിന് വന്നില്ലെങ്കിൽ കൂടി EVM ഹാക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സന്ദേശം ഈ ജനങ്ങൾക്ക് കൊടുക്കാനാവും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിൽ തന്നെ മിക്ക കക്ഷികൾക്കും EVM-നോട് വലിയ എതിർപ്പുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പ്രചണ്ഡ പ്രചാരണം നടത്തിയ ഒരു സ്ഥലമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ മത്സരിച്ച കോൺഗ്രസിന്റെ ഘടകകക്ഷിയായി ഇന്ത്യ മുന്നണിയിൽ മത്സരിച്ച ഒരു പാർട്ടിയാണ് ശിവസേന, മറ്റൊരു പാർട്ടിയാണ് NCP. ഇവർക്കൊക്കെ തന്നെ EVM-ന്റെ പ്രവർത്തനത്തോട് വലിയ വിമുഖത ആദ്യം മുതൽ തന്നെ ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അല്ലെ, ഇതൊരു സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് തന്നെ ഈ കോൺഗ്രസിനെ പോലുള്ളവർക്ക് വലിയ ഹൈടെക് സെല്ലുകളൊക്കെ ഉള്ളതാണ്. ഇതിന്റെ സാങ്കേതിക വശങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധാരണ ഇതിനെക്കുറിച്ചൊരു ക്ലാസ് ഇവർക്ക് കൊടുക്കുന്നതാണല്ലോ. അതിൽ പോലും ഇവർ വേണ്ടത്ര പരിജ്ഞാനം അപ്പോൾ നേടിയിട്ടില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീനെ പറ്റി എല്ലാ വിവരങ്ങളും കൈമാറിയിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങളെയെല്ലാം തള്ളുന്നത്. പക്ഷെ കോൺഗ്രസ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളും വിശ്വസിക്കുന്നത്, ഇത് പുറത്തുനിന്ന് ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ മറ്റ് ഡിവൈസുകളുടെ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസിന്റെ സഹായത്തോടെയോ ഒക്കെ ഇത് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ജനവിധി എന്ന് പറയുന്ന ഒരു കാര്യത്തെ, ജനാധിപത്യ ക്രമത്തെ, രാജ്യത്തെ ജനാധിപത്യ ക്രമത്തെ, ജനവിധിയെ ഇതിലൂടെ അട്ടിമറിക്കാനാവും എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവര് അങ്ങനെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ കുറെ പാർട്ടികൾ, ഇപ്പൊ പ്രാദേശികമായിക്കോട്ടെ ദേശീയ കക്ഷികളായിക്കോട്ടെ, അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത് സംശയരഹിതമായി ഇഴകീറി തെളിയിക്കേണ്ട ഒരു ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം ഒരു നടപടിയിലേക്ക് പോകാത്തതെന്ന ചോദ്യം ഇവര് തന്നെ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ കമ്മീഷന്റെ വാദങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന വലിയ വിസ്തൃതിയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ഇപ്പോ നമ്മളെ വോട്ടിംഗ് മെഷീൻ വോട്ടർമാരെ പരിചയപ്പെടുത്തുന്നത് മുതൽ വോട്ട് ചെയ്തതിന് ശേഷം ഇത് എന്താ പറയുന്നത്, വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്യുന്ന ഒരു പ്രക്രിയ വരെ അതിസങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ഒട്ടേറെ ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്, ഒരുപാട് പണം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫുൾ പ്രൂഫ് ആണ്. ഇതിൽ ഒരു തരത്തിലുള്ള ഒരു ഹാക്കിങ്ങിനുള്ള ഒരു തരത്തിലുള്ള ഒരു പിന്നെ വിടവും ആരും എങ്ങും അവശേഷിപ്പിച്ചിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും പലതവണ വ്യക്തമാക്കി കഴിഞ്ഞു. അതേ നിലപാട് സുപ്രീം കോടതിയും വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ അതിനെതിരെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു വലിയ പ്രചാരണത്തിന് ഒരുങ്ങുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പൊ നിലവിൽ ഇന്ത്യ മുന്നണിയിൽ പല വിഷയങ്ങൾക്കകത്തും ആശയക്കുഴപ്പമുണ്ട്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ മുന്നണിയിൽ ആശയ ഐക്യം രൂപീകരിക്കാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് കോൺഗ്രസ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UP-യിൽ വലിയ തോതിലുള്ള തിരിച്ചടി BJPക്ക് ഏറ്റിരുന്നു. അതായത് യോഗിയുടെ സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരമാകാം, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോടുള്ള ജനങ്ങളുടെ അടുപ്പമാകാം, സർക്കാരിന്റെ നയങ്ങളോടുള്ള എതിർപ്പാവാം, പ്രാദേശികമായി രൂപപ്പെട്ട അതാത് സ്ഥലങ്ങളിലെ MLA-മാരോടുള്ള എതിർപ്പാവാം, അല്ലെങ്കിൽ വനിതകളുടെ ഒരു എതിർപ്പാവാം. അങ്ങനെ പല ഘടകങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു സമൂലമായൊരു എതിർപ്പ് അവിടെ രൂപീകരിക്കപ്പെടുകയും അങ്ങനെ BJPക്ക് UP-യിൽ വലിയ തോതിൽ തിരിച്ചടി ഏൽക്കുകയും ചെയ്തു. BSP വലിയൊരു നിർണായക ശക്തിയായി UP-യിൽ മാറുകയും ചെയ്തു. പക്ഷേ അപ്പോഴും BSPയെ നയിക്കുന്ന അഖിലേഷ് യാദവ് പറഞ്ഞത് ഈ വോട്ടിംഗ് യന്ത്രത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ നോക്കൂ, ഇപ്പോ അങ്ങ് പറഞ്ഞതുപോലെ ഈ ജാർഖണ്ഡിൽ ഘടകകക്ഷിയുടെ സഹായത്തോടെയാണ് അവിടെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ജയിച്ചത്. ഷിബു സോറൻ ഒക്കെ അവിടെ ഷിബു സോറന്റെ നേതൃത്വത്തിലുള്ള പ്രചാരണ തന്ത്രങ്ങളായിരുന്നു അവിടെ രൂപീകരിച്ചത്. അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ പിന്നെ ഇന്ത്യ മുന്നണി ജയിച്ചു കയറിയിട്ടും ഷിബു സോറനും ഈ വോട്ടിംഗ് യന്ത്രത്തെ എതിർക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിനകത്തൊരു വിശ്വാസതയില്ല എന്ന് ഷിബു സോറൻ ആവർത്തിക്കുകയാണ്. ഇപ്പോ മഹാരാഷ്ട്രയിൽ തിരിച്ചടിയേൽക്കുന്നതിന് മുമ്പും ശരത് പവാറിനും ഇത് സമാന അഭിപ്രായമാണുള്ളത്.
ശിവസേനയ്ക്കും സമാന അഭിപ്രായമാണുള്ളത്. വോട്ടിംഗ് യന്ത്രം മാറണം, ഇത് തിരിച്ച് ബാലറ്റിലേക്ക് വരണം എന്നുള്ള ഒരു ആരോപണമാണ്. ഇവരെല്ലാം ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഇതിനൊരു ആശയ ഐക്യം വരുമെന്ന ഒരു പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട്. എന്തായാലും ഒരു വലിയ സമരത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഏത് രീതിയിൽ അത് പരിണമിച്ചാലും അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി രാജ്യത്ത് മാറും എന്നതിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.